മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ധ്യാനിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിയ ദയക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവിൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുക്രിസ്തുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും, യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ. അത് വരും എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിപ്പോൾ ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. അവർ ലൗകികന്മാരാകയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏതെന്നും ഇതിനാൽ അറിയാം. നമുക്ക് യോഹന്നാൻ്റെ ലേഖനം പഠിച്ച് തുടങ്ങിയ സമയം മുതൽ തന്നെ ഇതേ ആശയം നമ്മൾ ഇതിനു മുമ്പ് 2-ാം അധ്യായത്തിൽ ഒരിക്കൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ അല്പമായിട്ട് ഡിസ്കസും ചെയ്തതാണ്. ജഡമോഹം, കൺമോഹം, ജീവനത്തിലെ പ്രതാപം എന്നിങ്ങനെ ലോകത്തിലുള്ളതെല്ലാം പിതാവിങ്കൽ നിന്നല്ല. ഇപ്പോൾ അനേകം എതിർക്രിസ്തുക്കൾ എഴുന്നേറ്റിരിക്കുകയല്ല, അന്ത്യനാഴികയാകുന്നു എന്ന് അറിയാം. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എങ്ങനെ കേട്ടിട്ടുണ്ട്? അവരെങ്ങനെയാണ് എതിർക്രിസ്തു വരുന്നു എന്ന് കേട്ടിട്ടുള്ളത്? ഒരു പക്ഷേ അത് നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ പ്രസംഗം മുഖാന്തരം ആയിരിക്കാം. അന്ത്യകാലത്തുണ്ടാകാൻ പോകുന്ന വളരെ സങ്കീർണമായ ചില കാര്യങ്ങളെക്കുറിച്ച് അപ്പോസ്തലന്മാർ അവരുടെ ലേഖനങ്ങളിൽ എഴുതുകയും അതുപോലെ തന്നെ അവരുടെ പ്രസംഗങ്ങളിലൊക്കെ പ്രതിപാദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ പഴയ നിയമ തിരുവെഴുത്തുകളിൽ പല സ്ഥലങ്ങളിലും ഈ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും, അങ്ങനെ ഒരു അധർമ്മമൂർത്തിയായവൻ, മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മമൂർത്തി വെളിപ്പെടണം എന്നുള്ള കാര്യവും, അതുപോലെ ദാനിയേൽ പ്രവചനത്തിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വചനങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടയായിട്ട് തീർന്നല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന വ്യക്തികളും ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അന്ന് ഉണ്ടായിരുന്ന ദുരുപദേഷ്ടാക്കന്മാരെ കുറിച്ച് ആണെന്നും, ആ ദുരുപദേശങ്ങളുടെ ബൈ നേച്ചർ ആ ദുരുപദേശങ്ങൾ എന്താണ് എന്നുള്ളതുമാണ് നമുക്ക് ഒരു തിരിച്ചറിയൽ ടെസ്റ്റ് എന്ന പോലെ നമുക്കിത് പറഞ്ഞു തരുന്നത്, ദൈവദാസൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അത് പ്രധാനമായിട്ട് അവിടെ പറയുന്നത് ലൗകികമായതാണ് അവർ ലക്ഷ്യം വെക്കുന്നതും ലൗകികമായതാണ് അവർ പറയുന്നതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആത്യന്തികമായിട്ട് ഇത്തരം പ്രബോധകർക്ക് പറയാനുള്ളത് എന്താണ്? അത് നിത്യജീവനെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ ദൈവം നൽകുന്ന വിശുദ്ധിയെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഏതെങ്കിലും സുവിശേഷത്തിൽ പറയുന്ന നിലയിലുള്ള നന്മകളെക്കുറിച്ചോ അല്ല പറയാനായിട്ടുള്ളത്. മറിച്ച് ഈ ലോകത്തിലെ ചില കാര്യങ്ങളെ സംബന്ധിച്ചും ലോകത്തിൽ ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചും ലോകത്തിൽ ലഭിക്കുന്ന നന്മകളെക്കുറിച്ചും ലോകത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള വിജയത്തെക്കുറിച്ചും ലോകത്തിൽ ലഭിക്കുന്നതായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെയാണ് അവർക്ക് പറയാനുള്ളത്. അവരുടെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിലപ്പുറത്തേക്ക് ചിന്തിക്കാനോ ഇമാജിൻ ചെയ്യാനോ അവർക്കൊരിക്കലും സാധിക്കത്തില്ല. ഇത് തന്നെയാണ് അവരുടെ ഉപദേശം എന്താണെന്നും ആ ഉപദേശം എന്തല്ല എന്നുള്ളതിൻ്റെയും വ്യക്തമായ തെളിവ് എന്ന് നമുക്ക് ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, അത് നമുക്കൊരു അഷ്വറൻസും അത് തരുന്നുണ്ട്. ദൈവത്തിൽ ജനിച്ചവനൊക്കെയും ഈ ലോകത്തെ ജയിക്കുന്നു. നാം ലോകത്തെ ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്നുള്ളതാണ് അവിടെ നമുക്ക് പറയുന്നതാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവർ ജയിച്ചുമിരിക്കുന്നു എന്ന് നമ്മൾ വായിക്കും. 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന് പറയപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്കറിയാമല്ലോ, ഈ ദുരുപദേശങ്ങളുടെ പുറകിൽ ഒരു ബുദ്ധിയല്ല പ്രവർത്തിക്കുന്നത്, മറിച്ച് അതിന് പുറകിൽ ഒരു ദുരാത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാക്കി ദൈവദാസൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അത് ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്കോ അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞു വന്നപ്പോൾ ഒന്ന് തെറ്റിപ്പോയതോ
അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ചെറിയൊരു കൺഫ്യൂഷൻ വന്നു പോയതോ ഒന്നുമല്ല. അത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകത്തക്കവണ്ണവും നിത്യതയിൽ നിന്നും അത് കേൾക്കുന്നവരുടെ മനസ്സ് അകന്നു പോകത്തക്കവണ്ണം ആ ദൈവത്തെ നിഷേധിക്കുകയും ദൈവികമായിട്ടുള്ള കാര്യങ്ങളെ നിഷേധിക്കുകയും ചെയ്യാൻ തക്കവണ്ണം സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സന്ദേശമാണ് ഈ പ്രചരിക്കുന്നത് എന്നുള്ളതും, ഇതിന് പിറകിൽ ഒരു മനുഷ്യന്റെ ബുദ്ധിയൊന്നുമല്ല പ്രവർത്തിക്കുന്നത്, ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്നത് ഒരു ദുരാത്മാവ് തന്നെയാണ് എന്നാണ് യോഹന്നാൻ പറഞ്ഞു വെക്കുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് നമ്മളൊക്കെ കേൾക്കുന്നതും അറിയുന്നതുമായിട്ടുള്ള പല തെറ്റായ ടീച്ചിങ്ങുകളുടെ പുറകിലും അത് കേവലം ഒരു ബുദ്ധിപരമായിട്ട് അത് ഒരു അബറേഷൻ ഉണ്ടായതാണ്. അതുകൊണ്ട് നമുക്കതിനെ ആ നിലയിൽ കറക്റ്റ് ചെയ്യാൻ കഴിയും, അതിനെ ഒന്ന് റെക്ടിഫൈ ചെയ്താൽ മതിയെന്ന് നമ്മൾ വിചാരിക്കും. പല അവസരങ്ങളിലും ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളപ്പോൾ, സംസാരിച്ചിട്ടുള്ളപ്പോൾ, നേർക്ക് നേരെ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുള്ളപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, ഞാനൊരു ബുദ്ധിയോടല്ല, ഒരു മനുഷ്യനോടല്ല ഞാൻ ഈ ഏറ്റുമുട്ടുന്നത്. ഇതിന് പിറകിൽ ഒരു ദുരാത്മാവുണ്ട്, ശക്തമായൊരു ദുരാത്മാവിൻ്റെ വ്യാപാരം ഇതിന് പിറകിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇത്തരം ചിന്താഗതികളിലും ഇത്തരം ടീച്ചിങ്ങുകളിലും അകപ്പെട്ട വ്യക്തികളെ അതിൽ നിന്ന് വിടുവിക്കാനായിട്ട് കേവലം വാദപ്രതിവാദമോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തെളിവായിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മാത്രമോ പോരാ, ശക്തമായ പ്രാർത്ഥനയും ജാഗരണവും ഇത്തരം വ്യക്തികളെ വിടുവിക്കുന്നതിനുള്ള ബന്ധത്തിൽ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം നമ്മൾ പോരാടുന്നത് ഒരു ബുദ്ധിയോടല്ല, ഒരു തലച്ചോറിനോടല്ല, ഒരു വ്യക്തിയോടല്ല, മറിച്ച് ഒരു ദുരാത്മാവിനോടാണ് നമ്മൾ പോരാടുന്നത്. അതിന് പിറകിൽ ഒരു പൈശാചിക ആത്മാവുണ്ട്. ആ ദൈവത്തിങ്കിൽ നിന്നും ദൈവികമായ കാര്യങ്ങളിൽ നിന്നും ജനത്തെ അകറ്റുകയും ദൈവത്തിന് മഹത്വം ലഭിക്കാതെ ദൈവമാണെന്ന് സ്വയം തെറ്റിദ്ധരിപ്പിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ ദൈവത്തിന് ലഭിക്കേണ്ട മഹത്വം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്ന പൈശാചികന്റെ വളരെ വെൽ ഡിസൈൻഡ് ആയിട്ടുള്ളതും വളരെ വളരെ ആലോചിച്ച് ഉറപ്പിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ദുരുപദേശം എന്നുള്ള നിലയിൽ കേൾക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് കേവലം നമുക്ക് ചില മാനസികമായ കാൽക്കുലേഷൻസും ഒരുക്കങ്ങളും കൊണ്ട് മാത്രം എതിർക്കാൻ കഴിയുന്ന ഒരു ശക്തി അല്ല ഇത്, മറിച്ച് ഇതിന് പിറകിൽ ഒരു ദുരാത്മാവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ യോഹന്നാൻ പറഞ്ഞിരിക്കുകയാണ്, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ. അപ്പൊ നമുക്കറിയാം, കർത്താവ് തന്നെ താൻ ജീവിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ള ചില വാക്കുകളെ പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് ഈ ഭാഗം വായിച്ചപ്പം കടന്നു വന്നത്. നിങ്ങളെ ന്യായാധിപ സംഘത്തിന് മുമ്പിലൊക്കെ കൊണ്ടുപോവുകയും രാജാക്കന്മാരുടെ മുന്നിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്ത് പറയണം എന്ന് നിങ്ങൾ വിചാരിക്കരുത്, പരിശുദ്ധാത്മാവ് തന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഉപദേശിച്ചു തരും എന്ന് പറയുകയും, തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ദൈവം കരങ്ങളിലെടുത്ത വളരെ നിരക്ഷരരായിട്ടുള്ള ചില വ്യക്തികളെ തന്നെ അവരിൽ സംസാരിച്ച ആത്മാവിനോടും ജ്ഞാനത്തോടും എതിർത്ത് നിൽക്കാനായിട്ട് അവർക്ക് ആർക്കും കഴിഞ്ഞില്ല. അവർ പഠിത്തമില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിട്ട് പോലും അവർ സംസാരിച്ച ആത്മാവിനോടും ആ ശക്തിയോടും എതിർത്ത് നിൽക്കാനായിട്ട് അന്നത്തെ യഹൂദ നേതാക്കന്മാർക്ക് ആർക്കും കഴിഞ്ഞില്ല എന്നുള്ളത് നമ്മൾ വായിക്കുന്നു. സ്തേഫാനോസിനെ കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ്റെ ശുശ്രൂഷ എന്നൊക്കെ അവൻ പറഞ്ഞിട്ടുള്ള പല കാര്യം. കാരണം സാത്താൻ അനേക നിലയിലുള്ള ന്യായവാദങ്ങളും ചില ബുദ്ധിപരമായിട്ടുള്ള ചില കുടുക്കുകളും ചില ആർക്കും സോൾവ് ചെയ്യാൻ കഴിയാത്തതെന്ന് വിചാരിക്കുന്ന പോലുള്ള ചില റിഡിലുകളും ഒക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്നാൽ അതിനെയൊക്കെ കേവലം നിഷ്പ്രഭമാക്കി കളയുകയും തൂത്തെറിയുകയും ചെയ്യുന്ന പോലുള്ള ശക്തമായ ലോജിക്കും ശക്തമായ ബുദ്ധിയും ശക്തമായിട്ടുള്ള ദൈവാത്മ വ്യാപാരവുമാണ് ദൈവദാസന്മാരിലൂടെ വെളിപ്പെട്ടത്. അതുകൊണ്ട് അത്തരം ന്യായവാദങ്ങൾക്കൊന്നും 1-ാം നൂറ്റാണ്ടിൽ ദൈവദാസന്മാരുടെ നേരെ അത് ലോകപ്രകാരം പഠിത്തമോ ജ്ഞാനമോ അറിവോ ഒന്നും വലുതായിട്ട് ഇല്ലാത്ത ഈ വ്യക്തികളുടെ മുന്നിൽ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമുക്ക് വചനത്തിൽ വായിക്കുന്ന പോലെ മോശയുടെ വടി മന്ത്രവാദികളുടെ വടിയെ വിഴുങ്ങിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ പല നിലകളിലുള്ള ശത്രു പല 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 പ്രപ്പോർഷനിൽ പല ഡയമെൻഷനിൽ അവൻ്റെ ന്യായവാദങ്ങളും കാര്യങ്ങളും ഒക്കെ പ്രസന്റ് ചെയ്യുമെങ്കിലും അതിനൊന്നിനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മശക്തിക്കും ആ ദൈവീകമായ ഒരു ലോജിക്കിൻ്റെ മുന്നിൽ നിലനിൽക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് വായിക്കുന്നുണ്ട്. വേറൊരു ഭാഗം നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത് 1 കൊരിന്ത്യർ ലേഖനത്തിൽ വരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ 12-ാം അധ്യായത്തിലാണ് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിൽ സംസാരിക്കുന്ന ആർക്കും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയാനായിട്ട് കഴിയത്തില്ല എന്നാണ് പറയുന്നത്.
അപ്പം അവിടെയും ഒരു ടെസ്റ്റ്, കാരണം പല ആൾക്കാർ വരുന്നു, പല കൃപാവരങ്ങൾ ജനിക്കുന്നു, ഒത്തിരി പേര് അന്യഭാഷയിൽ സംസാരിക്കുന്നു, അത് പറയുന്ന ഭാഷയും അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന ദൂതും ഒക്കെ എവിടുന്നാണ് എങ്ങനെയാണെന്ന് അറിയുന്നില്ല എന്ന് ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ അവിടെ ആ ഒരു നിലയിൽ ഒരു എക്സ്റ്റസിയിൽ സംസാരിക്കുന്ന ആ വ്യക്തികളെ കുറിച്ച് അവിടെ ഒരു അളവുകോൽ പൗലോസ് നൽകുന്നത് നമുക്ക് കാണാം. ആ അളവുകോലാണ് ആത്മാവിൽ സംസാരിക്കുന്ന ആർക്കും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയാനായിട്ട് സാധിക്കയില്ല എന്ന് പറയുന്ന കാര്യം നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ ഓർപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം ദൈവത്തിന്റെ ആത്മാവിൽ, അല്ലെങ്കിൽ ഞാൻ വേറെ നിലയിൽ പറയുക, ഈ ഞാൻ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് ദിവസം പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഈ പ്രസംഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹൃദയത്തിൽ കുത്തുകൊണ്ടു അവർ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം ഇതൊക്കെ, ഈ പ്രസംഗമൊക്കെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ, അതിന് തൊട്ടു മുമ്പ് വരെ ഈ നിലയിലുള്ള പ്രസംഗങ്ങളൊന്നും നടത്തി പരിചയമുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു പത്രോസ്. ഒരു മുക്കവനും സാധാരണഗതിയിലുള്ള ഒരു ആവറേജ് ഇതുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമെന്നും, അദ്ദേഹം ഇതുപോലുള്ള വലിയ പ്രസംഗ ശുശ്രൂഷകളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടുള്ള വ്യക്തി അല്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നത് വളരെ വചനത്തിൽ തഴക്കവും പഴക്കവും ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടും പ്രാപിച്ച ഒരു വ്യക്തി ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ അന്ന് പ്രസംഗിച്ചതിനേക്കാൾ ഉപരിയായിട്ട് ഉള്ള ചില ദൈവിക സത്യങ്ങൾ പ്രസ്താവിക്കുന്ന പത്രോസിനെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നത് തന്നെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരപ്പെട്ടിരിക്കുന്നത് തന്നെ അതൊരു സുവിശേഷത്തിന്റെ ആത്മാവാണ്. അല്ലെങ്കിൽ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി നിത്യമായിട്ട് ദൈവം മുന്നിയമിക്കുകയും മറഞ്ഞിരുന്നതുമായ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി സംസാരിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ഒരു വ്യക്തി വായ തുറക്കുമ്പോൾ തന്നെ, പൗലോസ് പറയുന്ന വായ തുറക്കുമ്പോൾ തന്നെ ഞങ്ങൾ സംസാരിക്കേണ്ടതിന്, പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിന് എന്ന് ഞാൻ പറയുമ്പോൾ, ഇപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ സുവിശേഷത്തിന് വിരോധമോ അല്ലെങ്കിൽ അതിന് അനുകൂലമോ അല്ലാത്ത ഒരു മെസ്സേജ് നമുക്ക് പറയാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് അത് പറയാൻ സമ്മതിക്കത്തില്ല. കാരണം ഈ സുവിശേഷം വെളിപ്പെടുത്താനും യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് വെളിപ്പെടുത്താനുമായിട്ട് നമ്മളെ സഹായിക്കുന്ന ആത്മാവ് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. അത് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ആത്മാവ്, എനിക്കുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് എടുത്ത് അറിയിച്ചു തരും. അപ്പം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്ന് പറഞ്ഞ് എന്തും വിളിച്ചു പറയാനായിട്ട് കഴിയത്തില്ല, എന്തും പഠിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. ദൈവവചനത്തിനും ദൈവഹിതത്തിനും എതിരെ ഉള്ളൊരു കാര്യം അതിൽ വെളിപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. കാരണം ഈ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് കൃപയാലുള്ള രക്ഷ യേശുക്രിസ്തുവിൽ ഉണ്ട് എന്ന് നമ്മളെ അറിയിക്കുകയും അതിന് തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്ന് നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം, ബൈ നേച്ചർ ഇൻ ഇറ്റ്സെൽഫ് അങ്ങനെ അല്ലാത്ത ആത്മാക്കൾ, അവർക്ക് ഒരിക്കലും എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും ചിലതൊക്കെ അനുകരിക്കാൻ പറ്റുമെങ്കിലും എന്താണോ സുവിശേഷം ലക്ഷ്യം വെക്കുന്നത്, എന്താണോ സുവിശേഷത്തിൽ അടിസ്ഥാനമായിരിക്കുന്നത്, എന്താണോ ജീവനുള്ള പ്രത്യാശയായിട്ട് ദൈവത്തിന്റെ ഭക്തന്മാർക്ക് ദൈവം വിശ്വസിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്, അത് നൽകാനും അത് ഹൈലൈറ്റ് ചെയ്യാനും അതിലേക്ക് ജനത്തെ നടത്താനുമായിട്ട് ദുരാത്മാവിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിക്കത്തില്ല. അവൻ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും സാധിക്കത്തില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഭോഷ്കല്ലാതെ സത്യമൊന്നും അവനിൽ നിന്ന് വരികയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കും. അതുകൊണ്ട് ഒരു തെറ്റായ ആത്മാവിലുള്ള പഠിത്തമോ പഠിപ്പിക്കലോ അതിൻ്റെ ഏതെങ്കിലും നിലയിലുള്ള പ്രബോധനങ്ങളോ ഒക്കെ ചില കാര്യങ്ങളിൽ തൽക്കാലത്തേക്ക് ക്രിസ്തീയ മാർഗങ്ങളെ അനുകരിക്കുന്നതോ അല്ലെങ്കിൽ അതുപോലെ ഉള്ളതാണെന്ന് തോന്നിപ്പിക്കുന്നതോ ആണെങ്കിൽ തന്നെ ഒരു ലോങ് റണ്ണിൽ നമുക്ക് മനസ്സിലാകും അവർക്ക് ആ സുവിശേഷത്തിന്റെ ലക്ഷ്യങ്ങളും ക്രിസ്തു പറഞ്ഞ ആ ലക്ഷ്യത്തിലേക്കും വചനത്തിലേക്കും പ്രത്യാശയിലേക്കും പോകാനായിട്ട് ഒരിക്കലും സാധിക്കത്തില്ല. അത് തിന്മയിലേക്കും അശുദ്ധിയിലേക്കും ലോകമയത്വത്തിലേക്കും ലോകം ജഡം പിശാചിന്റെ വിധേയത്വത്തിലേക്കും ഒക്കെ പോകുന്ന ആത്മാവ് തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇത്തരം ആത്മാക്കളെ, ഇത്തരം പ്രബോധനങ്ങളെ, ഇത്തരം കള്ളപ്രവാചകന്മാരെ ദൈവത്തിന്റെ സന്നിധിയിൽ വചനം അനുസരിച്ചിരിക്കുന്നത് പോലെ അവരെ ശോധന ചെയ്യുമ്പോൾ നമുക്കറിയാമല്ലോ, പഴയ നിയമകാലത്ത് തന്നെ ഇത്തരം പ്രവചനങ്ങൾ ഉണ്ടായാൽ ശോധന ചെയ്യുന്ന കാര്യങ്ങൾ ആവർത്തന പുസ്തകം അതിന്റെ 13-ലാന്ന് തോന്നുന്നു, 13-ലും 18-ലും പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം. ഓരോരുത്തർ പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കെ
അവൻ പ്രവചിക്കുകയും ആ പ്രവചനങ്ങളൊക്കെ കാത്തിരുന്ന ശേഷം ഒത്തുവരാതിരിക്കുകയും ചെയ്താൽ അവൻ ഒരു കള്ളപ്രവാചകനാകുന്നു എന്നുള്ള നിലയിൽ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. വേറൊരിടത്ത് പറയുന്നത്, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരിക്കും, അവൻ ചില കാര്യങ്ങൾ പറയുകയും അത് ഒത്തുവരികയും ചെയ്ത് നമ്മൾ പോയി വേറൊരു ദൈവത്തെ സേവിക്കുക എന്നുള്ള നിലയിൽ അവൻ പ്രബോധിപ്പിച്ചാൽ, അപ്പം നമ്മുടെ ഒരു കണക്ക്, അയ്യോ ആ പുള്ളി പറഞ്ഞതെല്ലാം ശരിയായിരുന്നു, അതുകൊണ്ട് പുള്ളി ശരിക്കുള്ള പ്രവാചകനാണ്. എന്നാൽ അങ്ങനെ പറഞ്ഞിട്ട് ഒത്തുവരികയും നാം പോയി വേറൊരു ദൈവത്തെ സേവിക്കുക എന്ന് പറയുകയും ചെയ്താലും നീ അവരുടെ പുറകെ പോകരുത് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒത്തുവരുന്നത് എല്ലായിടത്തും ദൈവികമാണെന്നുള്ളതിന്റെ തെളിവല്ല. ഭൗതികമായ വിഷയങ്ങളിൽ ചില കാര്യങ്ങളിൽ നമുക്കറിയാം, പൈശാചിക ആത്മാക്കൾക്കും ചില വിവരങ്ങളൊക്കെ ഉണ്ട്. ചില കാര്യങ്ങളൊക്കെ ഒത്തുവരുന്നതായിട്ടും അതുപോലൊക്കെ നടക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് ഒരുപക്ഷെ തോന്നാം. എന്നാൽ അതൊന്നും ദൈവമാണ് അവനെ അയച്ചതെന്നുള്ളതിന്റെ തെളിവല്ല. കാര്യങ്ങൾ ശമര്യക്കാരി സ്ത്രീ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞു, ഒരുപക്ഷെ അവൻ പ്രവാചകനായിരിക്കും എന്ന് പറഞ്ഞതുപോലൊക്കെ ചില സമയങ്ങളിൽ നമുക്ക് തോന്നാം. എന്നാൽ ദൈവവചനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആ ദൈവിക വിശുദ്ധിയിലും ദൈവകൃപയിലും ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും സകലവും അതോടുകൂടെ നൽകപ്പെടുകയും നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കപ്പെടുകയും ആ ഒരുക്കപ്പെടുന്ന നമുക്ക് ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിന്റെ പ്രബോധനത്തിന് വിരോധമായിട്ട് ഒരു നിലയിലും പോകാനായിട്ട് ആർക്കും കഴിയത്തില്ല. നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം, തിത്തോസിന്റെ ലേഖനം, അതുപോലുള്ള പല ലേഖനങ്ങൾ പഠിച്ചപ്പോൾ അവിടെ നമ്മൾ കണ്ടല്ലോ, എന്നാൽ ഇത്തരം പ്രബോധനക്കാരുടെയൊക്കെ പുറമേ അവർ വിശുദ്ധിയും വേർപാടും വലിയ കയ്യടിയും ബഹളവും പാട്ടും ഒക്കെ ആണെങ്കിലോ നിങ്ങൾ ഏതാ ഗ്രൂപ്പാ? ഞാൻ ഓർക്കുന്നുണ്ട്, പരേതനായിട്ടുള്ള എം ഇ ചെറിയാൻ സാറ് പറഞ്ഞ ഒരു വാക്ക് ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങളും കയ്യടിയും പാട്ടും ഒക്കെ തന്നെയാ എന്ന് അദ്ദേഹം പറഞ്ഞ് ചിരിക്കുന്നത്. അതൊരു പക്ഷേ പെന്തിക്കോസുകാർക്കിട്ട് ഒരു കുത്തിയതാണോ എന്നും എനിക്കറിയാലോ, എന്നാൽ തന്നെ അത് പറഞ്ഞ ഡയലോഗ് ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാനത് പറയും, ഞങ്ങളുടേതും ഈ കൊട്ടും പാട്ടും ഒക്കെ തന്നെയാ. അപ്പൊ ഈ കൊട്ടും പാട്ടും കേട്ടാൽ മതി, പല ആൾക്കാർക്ക് കൊട്ടും പാട്ടും കേട്ടാൽ മതി, അതൊക്കെയാ ഞങ്ങളുടെ പരിപാടി. ഈ കൊട്ടും പാട്ടും അല്ല, ഈ പാടുന്നത് എന്താണെന്നോ, ഈ കൊട്ടുകയും പാടുകയും ഒക്കെ ചെയ്യുന്നവരുടെ ജീവിത ശൈലി എന്താണെന്നോ, അല്ലെങ്കിൽ അവരെന്താണ് പറഞ്ഞ് ഫലിപ്പിക്കുന്നതെന്നോ, ആത്യന്തികമായിട്ട് നിത്യജീവനിലേക്കും ക്രിസ്തുവിന്റെ വിശുദ്ധിയിലേക്കും ദൈവ മക്കളെന്നുള്ള ദൈവത്തോട് ദൈവസന്നിധിയിലുള്ള പദവിയിലേക്കും നമ്മളെ നടത്തുന്നതാണോ? ആ പ്രത്യാശയിൽ നമ്മളെ വർദ്ധിപ്പിക്കുന്നതാണോ? ഈ ലോകത്തിന്റെ മായയിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന അതേ കുറിച്ചാണോ? പിശാചിന്റെ അടിമത്വത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്നതാണോ ആ ഉപദേശം? അതോ പിശാചിനോട് കോംപ്രമൈസ് ചെയ്ത് ഈ ലോകത്തിലെ നന്മകളൊക്കെ പരമാവധി അനുഭവിക്കാം എന്ന് പറയുന്ന നിലയിലാണോ ഈ ഉപദേശം പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഒത്തിരി അബ്രഹാം പാസ്റ്റർ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് കഴിഞ്ഞ 40 വർഷത്തിൽ പരം സമയം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇടയായിട്ടുണ്ട്. പലരെ ഇതുപോലെ കാണാനിടയായിട്ടുണ്ട്. ഇതുപോലുള്ള പല വ്യാജ പ്രബോധകരെയും പ്രവാചകന്മാരെയും കാണാനിടയായി തീർന്നിട്ടുണ്ട്. കാരണം ഇന്ന് നമുക്കറിയാമല്ലോ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന നിലയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞങ്ങ് നടക്കുന്നതോ ഒക്കെയാണ് ദിവ്യത്വമായിട്ട് അംഗീകരിക്കപ്പെടുന്നതെങ്കിൽ, ക്രിസ്തീയ പ്രബോധനത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും മാനദണ്ഡം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് നടക്കുന്നത് മാത്രമല്ല, അത് കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും പ്രബോധനങ്ങൾക്ക് നിരക്കുന്നതാണോ എന്നും കൂടെ ഒരു ചോദ്യം അതിനോട് കൂടെ ഉണ്ട്. എത്ര സ്ഥലത്താണ് നമ്മൾ വായിച്ചത്, നിത്യജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനാകുന്ന നമ്മുടെ ലക്ഷ്യം, ഭക്തി ആദായ സൂത്രമാകുന്നതാനും എന്ന് നമ്മൾ വായിക്കുന്നു. ഗോഡ്ലിനെസ് വിത്ത് കണ്ടന്റ്മെന്റ് ഈസ് എ ഗ്രേറ്റ് ഗെയിൻ. അങ്ങനെ അല്ലാത്ത ഭക്തിയെക്കുറിച്ച് ചിലർ വിചാരിക്കുന്ന ധനാഗമ മാർഗമാണെന്ന് വിചാരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യോഹന്നാന്റെ പ്രബോധനം, ആരെങ്കിലും കൊട്ടും പാട്ടുമായിട്ട് കയറി അങ്ങ് വന്നു കഴിഞ്ഞാൽ ഉടനെ കയറി അവരെ എന്റർടൈൻ ചെയ്യരുത്. ഞങ്ങൾ ഇന്ന സ്ഥലത്തുനിന്ന് വരുക, ഇന്നതുപോലൊക്കെയാ ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാലൊന്നും ആൾക്കാരെ എന്റർടൈൻ ചെയ്യരുത്. ഉടനെ കൊണ്ടുപോയി നമ്മുടെ തല കൊണ്ടുപോയി അവരുടെ കക്ഷത്തിൽ വെക്കരുത്, അല്ലെങ്കിൽ അവർക്ക് കീഴ്പ്പെടരുത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവത്തിൽ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ, പെട്ടെന്ന് അവരെ കയറി വിശ്വസിക്കാതെ, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീൻ. ദൈവാത്മാവിനെ ഇതിനാൽ അറിയാം, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന
ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും നമ്മളത് ഡിസ്കസ് ചെയ്ത കാര്യം എന്താണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു, യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും എന്താണ് ജഡത്തിൽ വെളിപ്പെട്ടത്, എന്താണ് അങ്ങനെ അംഗീകരിക്കുന്നതിന്റെ അർത്ഥം? യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, അത് ഇപ്പോൾ തന്നെ ലോകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ട കാര്യം അത് ഇപ്പോൾ തന്നെ ഈ ലോകത്തിലുണ്ട്, ഇപ്പോൾ തന്നെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് രൂപത്തിലാ പുറപ്പെട്ടേക്കുന്നേ നമുക്കറിയാം. അങ്ങനെ ഒരു മനുഷ്യന് പുറപ്പെടാൻ കഴിയത്തില്ല. എന്നാൽ ആ ലക്ഷ്യത്തോടുകൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ദുരാത്മാവിൽ പ്രബോധനം നടത്തുന്നവർ, പുതിയ ഉപദേശമാണെന്നും ശ്രേഷ്ഠ ഉപദേശമാണെന്നും ജ്ഞാനത്തിന്റെ പുതിയ ഇല്യൂമിനേഷൻ ആണെന്നും അത് ഈ ലോകത്തെ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നും പാപത്തെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ലെന്നും ഒക്കെ പഠിപ്പിക്കുന്നവർ, പാപത്തെയും ലോകത്തെയും ദൈവത്തെയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പഠിപ്പിക്കുന്നവർ, പുതിയ ജ്ഞാനമതക്കാർ, അവരെ ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ ഇപ്പോൾ തന്നെ അവർ അത് വരുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഇപ്പോൾ തന്നെ അവർ ലോകത്തിലുണ്ട്. അപ്പം ഒരു വ്യക്തിയായിട്ട് അന്ത്യകാലത്ത് വെളിപ്പെടുന്ന ഒരു ഭരണാധികാരിയായിട്ട് ഒക്കെ അവൻ അവസാനം വെളിപ്പെടുമെങ്കിലും അവന്റെ ആ ആത്മാവ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന ആത്മാവ്, അവന്റെ സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് ആന്റി ക്രൈസ്റ്റ്, അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാക്കൾക്ക് അധിപതിയായവൻ, അതിപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. 2 തെസ്സലോനിക്ക ലേഖനത്തിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് കണ്ടല്ലോ. മാൻ ഓഫ് ലോലെസ്നെസ്, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. വ്യക്തിയായിട്ട് ഇന്ന് വെളിപ്പെട്ടിട്ടില്ലെങ്കിലും ആത്മരൂപത്തിൽ, നിലവാരത്തിൽ അത് വ്യാപരിക്കുന്നുണ്ട്. പലരിലൂടെയും അത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അന്തിക്രിസ്തുക്കൾ എന്നുള്ളതിനെ പറ്റി കഴിഞ്ഞ ദിവസം ദൈവദാസൻ അതിനെപ്പറ്റി വിവരിച്ച് നമ്മളോട് പറഞ്ഞല്ലോ. നോക്കിയാട്ടെ. എന്നിട്ട് പറയുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഇന്ന അതോ വരുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചെന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ മക്കള് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുവാ ചെയ്യേണ്ടിയേ? ദുരാത്മാക്കൾ, ദുരുപദേശാക്കന്മാർ, ക്രിസ്തീയ നാട്ടിൻതോലിട്ട ചെന്നായ്ക്കൾ എന്ന് പറയുന്ന പോലെ ക്രിസ്തീയ വേഷം ധരിച്ച, ക്രിസ്തീയ വേലക്കാരുടെ വേഷം ധരിച്ച വെളിച്ചദൂതന്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ ഈ കുഞ്ഞാടുകൾ എന്ത് ചെയ്യും? പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നാ നമ്മൾ ജനിച്ചതെങ്കിൽ ഇത്തരം ദുരുപദേശക്കാരെ തിരിച്ചറിയാൻ നമുക്ക് ഒരു വിഷമവും ഇല്ല. അവന്റെ ട്യൂണ് ശരിയല്ലല്ലോ. കൈകൊടുപ്പും എന്റർടൈനിങ് പേഴ്സണാലിറ്റി ഭയങ്കരമൊക്കെ ആണെങ്കിലും അവന്റെ ഉദ്ദേശം ശരിയില്ലല്ലോ എന്ന് നമുക്ക് ഒരുത്തനോട് അടുക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അവൻ ആള് ശരിയല്ല, അവന്റെ ഉപദേശം ശരിയല്ല, അവന്റെ ജീവിത ശൈലി ശരിയല്ല, അവൻ പഠിപ്പിക്കുന്ന പഠിപ്പിക്കൽ ശരിയല്ല. അവൻ എന്തിനെക്കുറിച്ചാണോ പഠിപ്പിക്കുന്നത് അത് ക്രിസ്തീയമായ ലക്ഷ്യങ്ങളല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും എന്നുള്ളത് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവ പൈതൽ അത്തരം ദുരാത്മാവിനെ ജയിക്കാനായിട്ട് ഉള്ള പവർ അവന്റെ ഉള്ളിലുണ്ട്. ഞാൻ ഈ നാഷണൽ ജോഗ്രഫിക്കും ഒക്കെ കാണുമ്പം ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കും, എടാ ഈ പുള്ളിപ്പുലിക്കും സിംഹത്തിനും ഒക്കെ ഇത്രയും വലിയ കാട്ടുപോത്തിൻ്റെയൊക്കെ കൊരവള്ളിക്ക് കയറി പിടിക്കണമെന്നുള്ളത് ആരാ പറഞ്ഞു കൊടുത്തത്? അല്ല, ചില കാട്ടുപോത്തൊക്കെ സിംഹത്തിനെയൊക്കെ ഇടിച്ചു പോകുന്നത് നമുക്ക് കാണാം. എന്നാൽ തന്നെ ഞാനിരുന്ന് ആലോചിക്കും, ഇതിന്റെ കൊരവള്ളിക്ക് തന്നെ കയറി പിടിക്കേണ്ടത് എങ്ങനെ? അത് ആര് പറഞ്ഞു കൊടുത്തു? അത് ദൈവം ആ മൃഗത്തിന് കൊടുത്ത ഒരു ജ്ഞാനമാണ്. അതിന്റെ കൊരവള്ളിക്ക് കയറി പിടിക്കണം, അതിന്റെ ശ്വാസം മുട്ടിച്ച് അതിനെ കൊല്ലണം. അതെ, എന്ന് പറഞ്ഞതുപോലെയാ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ എന്ന് പറയുന്നത്. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ചില ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അല്ലെങ്കിൽ ചില പവേഴ്സ് ഒക്കെ അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് ശത്രുവിനെ ജയിക്കുകയല്ല ചെയ്യുന്നത്. നിശ്ചയമായിട്ടും
ശത്രുവിനുള്ള പോരാട്ടത്തിൽ ഉപവാസവും പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ വേണം. എന്നാൽ നമ്മൾ കർമ്മമാർഗം കൊണ്ട് ജയിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരു ദൈവത്തിന്റെ ഭക്തന് അവന് ഇൻഹറൻ്റായിട്ട് തന്നെ ശത്രുവിനെ ജയിക്കാനും കൂടെ വേണ്ടിയാ അവൻ വീണ്ടും ജനിച്ചേക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷമായി. അപ്പം ഈ ദൈവപുത്രൻ ലോകത്തിൽ പ്രത്യക്ഷമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു പൈതല്, അവൻ ഒരിക്കലും ശത്രുവിന്റെ മുന്നിൽ അവൻ കുനിഞ്ഞു വീഴത്തില്ല, പരാജയപ്പെടത്തില്ല. കാരണം അവനിലുള്ള ആത്മാവ് ഈ ലോകത്തിലുള്ള ആത്മാവിനേക്കാളും ശക്തനാണ്. അതെന്തെങ്കിലും പുതിയ ടെക്നോളജി കൊണ്ടുവന്നിട്ടല്ല, അവന് നിശ്ചയമായിട്ടും ഈ ഉപദേശങ്ങളൊക്കെ തിന്മയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും ഈ തിന്മയുടെ ശക്തിക്ക് ദൈവത്തെ ജയിക്കാൻ കഴിയത്തില്ലെന്നും എന്ന് മാത്രമല്ല, അവൻ പറയുന്ന ഭോഷ്ക് എന്താണെന്ന് തിരിച്ചറിയാനും വിവേചിക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നിറവിലുള്ള ഒരു ദൈവത്തിന്റെ പൈതലിന് സാധിക്കുമെന്നുമാണ് അതിന്റെ അർത്ഥം. നോക്കിയാട്ടെ, 5-ാം അധ്യായത്തിൽ വായിക്കുന്ന വളരെ 5:3 വായിക്കുന്നു, അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ലല്ലോ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ലല്ലോ. അല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ വിശ്വാസം തന്നെ. പ്രിയപ്പെട്ടവരെ, ശത്രുവിനെ ജയിക്കാനും ശത്രുവിന്റെ ആത്മാവിനെ ഓവർകം ചെയ്യാനുമായിട്ട് നമ്മൾ എൻറ്റൈറ്റൽഡ് ആയിരിക്കുന്നത്, ക്വാളിഫൈഡ് ആയിരിക്കുന്നത് എന്ന് പറയുന്നത് അതാ വീണ്ടും ജനനത്താലാ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ജനനത്താൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയായി തീർന്ന ഒരു ദൈവത്തിന്റെ പൈതലിന് ലോകത്തെ ജയിക്കാൻ കഴിയും. ലോകത്തെ അവൻ ജയിക്കും. കാരണം അവനിൽ വസിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ലോകത്തിന്റെ ഡിസെപ്റ്റീവായിട്ടുള്ള ഈ ആത്മാവിനേക്കാളും വലുതാ. പ്രിയപ്പെട്ടവര്, യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത് എന്നും നമ്മൾ 5-ാം വാക്യത്തിൽ യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അപ്പം ഈ ബൈ പുട്ടിങ് ഓൺ ദാറ്റ് നെയിം, ദ വെരി നെയിം ഓഫ് ജീസസ് in our lives, that itself entertains us that we will overcome the evil one. നമ്മൾ ഈ ദുഷ്ടനെ ജയിക്കാനായിട്ട് ജനിച്ചവരാ. നമ്മൾ യേശുക്രിസ്തുവിൽ ദുഷ്ടനെ ജയിക്കാൻ വേണ്ടി ജനിച്ചവരാ. ദുഷ്ടന്റെ മുന്നിൽ പരാജയപ്പെടാൻ വേണ്ടി ജനിച്ചവരല്ല. ലോകത്തിന്റെ മുന്നിൽ മുട്ടുമടക്കാൻ വേണ്ടി ജനിച്ചവരല്ല. ലോകപ്രകാരം നോക്കുമ്പോൾ ഉള്ള എന്തെങ്കിലും താടിയോ മോടിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ശ്രേഷ്ഠതകളോ നമുക്കില്ലെങ്കിലും യേശുക്രിസ്തുവിനാൽ വീണ്ടും ജനിച്ചവനാകൊണ്ട് ഈ ലോകത്തിന്റെ ആത്മാവിന് നമ്മളെ ജയിക്കാൻ കഴിയത്തില്ല. എപ്പോഴും ഞാൻ വചനത്തിൽ ഓർക്കുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഹാമാന്റെ കാര്യമാണ് അത്. ഹാമാന്റെ ഭാര്യ ഹാമാനോട് പറയുന്നത്, അവൻ ഇസ്രായേലിയാണെങ്കിൽ നീ അവനെ ജയിക്കയില്ല എന്നാണ് പറയുന്നത്. ഭയങ്കര വീരസ്യവും വാദവും ഒക്കെ ഹാമാൻ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവള് മുഖത്തടിച്ച പോലെ പറയുക, അവൻ ഇസ്രായേലിയനാണെങ്കിൽ നീ ഒരിക്കലും അവനെ ജയിക്കുകയില്ല. എൻ്റെ ഭാര്യ എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പം അവൻ ഇസ്രായേലിയനെങ്കിൽ അവന് ഇസ്രായേലിനെങ്കിൽ അവന് ജയിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവ പൈതലാണോ? ഈ ലോകത്തിന്റെ മോഹങ്ങൾ അത് നശ്വരമെന്ന് കണ്ട് അതിനെ തള്ളിപ്പറഞ്ഞ് ഈ ലോകത്തിന്റെ ഇതൊന്നും വേണ്ട, അതല്ല എൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ ശരണം പ്രാപിച്ചവനാണോ? ലോകത്തെ ജയിച്ച, കണ്ടാലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങളുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ആ സന്നിധിയിൽ കടന്നു വന്ന് മാനസാന്തരപ്പെട്ട് ആ ലോകത്തെ ജയിച്ച ആത്മാവിനെ ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിച്ചവരാണോ? പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിഷമതകളുണ്ടായാലും എന്തൊക്കെ കൺഫ്യൂസിങ് ആണെങ്കിലും ഇന്ന് എന്നാ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ പോലും നീ ലോകത്തിന്റെ മുന്നിൽ മടക്കുകയല്ല പ്രിയപ്പെട്ടവനെ. നീ ലോകത്തിന്റെ മുന്നിൽ നീ തോറ്റു പോകത്തില്ല. കാരണം നിന്നിലുള്ള ആത്മാവ് ലോകത്തെ ജയിച്ച ആത്മാവ്, ലോകത്തെ ജയിക്കുന്ന ആത്മാവ്. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാകിയാൽ നീ ലോകത്തെ ജയിക്കും. വിശ്വാസത്താൽ ഈ ലോകത്തെ ജയിക്കാൻ കഴിയും.
ഈ ലോകത്തിലുള്ളവനേക്കാളും നമ്മളിലുള്ളവൻ വലിയവനല്ലോ. എത്ര ശ്രേഷ്ഠമായ വാക്കുകളാണെന്ന് ഓർത്ത് ഞാൻ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിനുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ, അവൻ ലൗകികരാകയാൽ ലൗകികമായത് സംസാരിക്കും. അവരുടെ ലക്ഷണം അതാ. അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കുന്നു. ലോകം അവരുടെ വാക്ക് കേൾക്കും, എന്നാൽ നിങ്ങളുടെ വാക്ക് ഈ ലോകം കേൾക്കുകയല്ല എന്നുള്ളതാണ് അതിനും വെച്ചേക്കുന്നതായിട്ടുള്ള ഒരു സൈൻ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇത് ഏതെങ്കിലും സംഗതി കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ലോകത്തിലുള്ള ആരെങ്കിലും അനുകരിച്ചോ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജീവിതമല്ല. മറിച്ച് ഇത് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതമാണ്. അത് ആ ദൈവത്തിൽ നിന്ന് ജനിച്ച അനുഭവമാണ് നമ്മളെ അതിനുവേണ്ടി ക്വാളിഫൈ ചെയ്യുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ആ ജനനമാണ് നമ്മളെ ശത്രുവിനെ ജയിക്കാനിടയാക്കി തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ ആത്മാവ്, ജയത്തിന്റെ ആത്മാവ്, ലോകത്തിലുള്ളവനേക്കാൾ വലിയ ആത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ നിശ്ചയമായും നാം ഈ ലോകത്തെ ജയിക്കും. ലോകത്തെ ജയിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാ നമ്മൾ. ലോകത്തിന്റെ ചതിവിനെയും അതിന്റെ വശ്യതയെയും ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാ. ലൗകികമായത് കേൾക്കാതെ, ദൈവദാസൻ പറഞ്ഞ പോലെ അതിന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും, അവൻ അന്യനെ അനുഗമിക്കാതെ എന്നെ അനുഗമിക്കുമെന്ന് പറഞ്ഞതുപോലെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ആനന്ദിക്കുക ചെയ്യുന്നത്, ഞാൻ സന്തോഷിക്കുക. കർത്താവ് എത്ര ഒറിജിനലായിട്ടുള്ള, സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ദൈവവചനമാണ് എഴുതപ്പെട്ടേക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ഇതിനാൽ നമുക്കറിയാം. ലോകം പിന്നാലെ പോവുകയും ലോകം ചെവി കൊടുക്കുകയും ലോകം തിക്കിത്തിരക്കുകയും ചെയ്യുന്ന ലൗകികമായത് സംസാരിക്കുന്ന ആത്മാവ് ദൈവാത്മാവല്ല. യേശുവിനെ മഹത്വപ്പെടുത്തുകയും അവൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്യുകയും ഈ ലോകമയത്വത്തെ തള്ളിപ്പറഞ്ഞ് കർത്താവ് എന്താണോ പറഞ്ഞേക്കുന്നത് അതിലേക്ക് തന്നെ നമ്മൾ നയിക്കുന്ന ആത്മാവാണ് ദൈവാത്മാവ്. അങ്ങനല്ലാത്ത ആത്മാവ് ദൈവത്തിന്റെ ആത്മാവല്ല. നമുക്ക് ഈ ദിവസങ്ങളിൽ ഓരോ ഉപദേശങ്ങൾ, ഓരോ ആത്മാക്കളെ നമുക്ക് ഈ ദിവസങ്ങളിൽ ശോധന ചെയ്യാം. അത് കേവലം ഉള്ള ചില പ്രകടനങ്ങളിൽ നിന്ന് അല്ല, മറിച്ച് ആത്യന്തികമായിട്ട് അവരെന്താ പറയുന്നത്, എന്തിലേക്കാണ് നടത്തുന്നത്. അത്തരം പഠിപ്പിക്കലുകളെയും ആത്മാക്കളെയും ദൈവകൃപയാൽ നമുക്ക് ജയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്ന വചനം നമ്മളോട് അടിവരയിട്ട് പറയുന്നതുകൊണ്ട് ആ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവത്തിന് പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ.